ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലുള്ള മിക്സിൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആവുന്നൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. സാധാരണ അധികം ചില മിക്സിൻ്റെ ജാറുകൾ പെട്ടെന്ന് ടൈറ്റായി പോകും കേട്ടോ. ടൈറ്റായി പോകുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് തിരിച്ചാൽ ഒരു തിരിയാത്ത രൂപത്തിൽ ഇതുണ്ടോ ടൈറ്റ്, അത് ഫുൾ ടൈറ്റിലാണ് കിടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ചിലത് ലീക്ക് ഉണ്ടാവും. ലീക്കൊക്കെ ഉണ്ടായിട്ട് ഇതിലൂടെ വെള്ളം ഒലിച്ചിട്ട് മിക്സിൻ്റെ മോട്ടോറിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് മോട്ടോർ കത്തിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇതൊന്ന് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിനൊക്കെ ശരിക്കും നമ്മൾ ഇത് റിപ്പയർ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവുള്ളത്. പക്ഷേ നമുക്ക് തന്നെ വേണമെങ്കിൽ നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ വീഡിയോയുടെ കുറച്ചുകൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ തന്നെ അത് അയക്കാൻ പോവാണ്. അയക്കണമെങ്കിൽ ആദ്യം ഞാൻ എടുക്കുന്ന ഒരു പ്ലെയർ കേട്ടോ. പ്ലെയർ എടുത്തിട്ട് നമുക്ക് ഈ ആദ്യം ഇതിനയച്ചെടുക്കണം. ഇതിനയച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സാധനം അയക്കുകയാണെങ്കിൽ നമ്മൾ ഇടത്തെ ഭാഗത്തേക്കാണ് നമ്മൾ അയക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയക്കുന്ന സമയത്ത് എങ്ങനെയാണോ സാധാരണ നമ്മൾ ടൈറ്റ് ആക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതിന് വരും കേട്ടോ. മിക്സിയുടെയൊക്കെ അങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ തിരിക്കാൻ പോകാം കേട്ടോ. ഇങ്ങനെ തിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുറച്ച് ചെറിയ ടൈറ്റ് ഉണ്ടെങ്കിലും സംഗതി വേഗം പോകുന്നിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് പോകുന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ബ്ലേഡ് തിരിയുന്നില്ല. കാണിച്ചു തരാം. അപ്പോൾ ഇത് അയച്ചു. ഇതിനയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു സ്പ്രിങ് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഒരു 2 വാഷർ ഉണ്ടാവും കേട്ടോ. വാഷറുകൾ ഉണ്ടാവും ഇതിൻ്റെ താഴെ. അതിവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. എടുത്തു തരാം. കണ്ടോ, അതുപോലത്തെ 2 ചെറിയ വാഷറുകളുണ്ടാവും, പ്ലേറ്റ് വാഷറുകളുണ്ടാവും. അത് ഇതെല്ലാം നീക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതാണ് പ്രശ്നം. ഇതുണ്ടോ, ഇത് തിരിയുന്നില്ല. എങ്ങനെ തിരിച്ചാലും അനങ്ങണില്ല. അപ്പം ഇതിനെടുക്കണമെങ്കിൽ നമുക്ക് വലിച്ചാലൊന്നും ഇത് കിട്ടൂല കേട്ടോ. വലിച്ചാൽ കിട്ടില്ല, പോരുക. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിനെടുക്കണം. എടുക്കുന്ന സമയത്ത് നമുക്ക് കഴിയുന്നതും ഈ ഭാഗം നമ്മൾ സ്ക്രൂവിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ഡാമേജ് ആവാത്ത രൂപത്തിൽ, ഉദാഹരണത്തിന് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഡാമേജ് വരാത്ത രൂപത്തിൽ നമുക്കിതിന് വല്ല തട്ടിയെടുക്കണം പുറത്തേക്ക്. അപ്പോൾ അത് തട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനതിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേട്ടോ. എന്തെങ്കിലും സാധനം എടുത്താൽ മതി. ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പതുക്കെ തട്ടി നോക്കുക. ഇതേപോലെ തട്ടിയെടുത്താൽ മതി കേട്ടോ. തട്ടിയപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലേഡിൻ്റെ സെറ്റ് അവിടെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് റസ്റ്റ് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, മൊത്തത്തിൽ റസ്റ്റ് പിടിച്ചതുപോലെ ഉണ്ടോ, ഒരു തുരുമ്പ് വന്നതുപോലെ. അതുകൊണ്ടാണിത് ഇവിടെ ടൈറ്റ് ആയത് കേട്ടോ. അപ്പം ഇനി നമുക്കിതിനൊന്ന് മൊത്തത്തിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് ഇതിനൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കൂടാതെ ഇതിൽ എക്സ്ട്രാ വാഷറുകളൊക്കെ വേണ്ടി വരും. കാരണം ഇതിൻ്റെ നിലവിലുള്ള വാഷറൊക്കെ ചിലതൊക്കെ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു പേപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. പേപ്പർ ഇട്ട് കൊടുക്കാൻ അതിന് മുമ്പായിട്ട് കൊണ്ട് തന്നെ ഇതിനകത്തൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതിനകമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുക കേട്ടോ. ഇതിനകത്തൊക്കെ റസ്റ്റ് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാണ്. ഇതുണ്ടോ, ആ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ പതുക്കെ ഒന്ന് പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ട് റഫൊക്കെ പോയി. ആ തുരുമ്പുണ്ടാകുമ്പോഴാണ് ഇതിനൊരു ഒരു പിടുത്തം പോലെ ഉണ്ടാവും. ആ പിടുത്തം പോലുള്ളത് പോകണം കേട്ടോ. അല്ലാഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ ടൈറ്റാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത് ചെയ്യണം. ഇനി നമുക്കതിൻ്റെ ഉൾഭാഗത്തൊന്ന് ചെറിയ രീതിയിലൊന്ന് പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ പേപ്പർ എടുക്കുക. എന്നിട്ടിങ്ങനെ അപ്പോൾ ഇതൊന്ന് ചുരുട്ടിയിട്ട് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഉൾഭാഗം നമുക്കിങ്ങനെ ഉരസിക്കളയാം കേട്ടോ. അത് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ റെസ്റ്റ് ഇതിനകത്തുണ്ട്. ഓക്കെ, കണ്ടോ, അതിനകത്തുള്ള പൊടികളാണിത്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. തുടച്ചെടുക്കണത് ഫുൾ ക്ലീനായിരിക്കണം. ഓക്കെ,
ക്ലീനായിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്നോ, ഇനി നമുക്ക് ഒരു അല്പം ഓയിൽ എടുക്കുക. നമ്മുടെ വണ്ടിയുടെ ഒക്കെ എൻജിൻ ഓയിലില്ലേ, അതൊരു എൻജിൻ ഓയിൽ എടുത്തിട്ട് ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു അല്പം ഇട്ട് കൊടുക്കുക. ഇത് കയറുന്നുണ്ടോ നോക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് കയറുന്നുണ്ടോ എന്നുള്ളത്. ഇതാ ഇപ്പോൾ സ്മൂത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്ലേഡ് ശരിക്ക് കറങ്ങുന്നുണ്ട് കണ്ടോ. നമ്മൾ കൈ കൊണ്ട് കറക്കിയാൽ തന്നെ ഇപ്പോൾ കറങ്ങുന്നത്. ആദ്യം ഇങ്ങനെ കറങ്ങില്ല, ഭയങ്കര ടൈറ്റായിരുന്നത്. സ്മൂത്തായിട്ടാണ് കേട്ടോ. ഓവറായിട്ടുള്ള ഓയിലുകളൊക്കെ നമ്മൾ ഇതിന്ന് തുടച്ചെടുക്കാൻ പോവാണ്. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമുക്കൊരു ചെറിയൊരു പ്ലേറ്റ് വാഷർ കൊടുക്കണം. അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുത്താൽ പറ്റും ഈ ഭാഗത്ത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ചെറിയ ലീക്കേജുകളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലത്തെ പ്ലേറ്റ് വാഷർ വാങ്ങിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റിന് ആകെ 20 രൂപയാണ് വില ഉള്ളത് കേട്ടോ. ഞാൻ വാങ്ങിയത് 20 രൂപക്കാണ്. അതിലും കുറച്ചൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇതുപോലെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ എന്തെങ്കിലും ചെറിയ ലീക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു വാഷർ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ ബ്ലേഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നതൊക്കെ കണ്ടില്ല ഞങ്ങൾ. അത് സാഹചര്യത്തിൽ ഇതേപോലത്തെ ഒരു പ്ലേറ്റ് വാഷർ അതാ കറക്റ്റായിരിക്കും. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നേരെ ഇറക്കി കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കും വേണം പ്ലേറ്റ് വാഷർ കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഒന്നവിടെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതും സംഗതി ഓക്കെ. നമ്മൾ സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങും കൂടെ കൊടുക്കുകയാണ്. സ്പ്രിങ് കൊടുത്തിട്ട് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏതാണ് ഓപ്പോസിറ്റ് ഭാഗം ആ ഭാഗത്തേക്ക് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇടത്തെ ഭാഗത്തേക്കാണ് തിരിക്കുക. അപ്പോഴാണ് ടൈറ്റ് ആവുക. ഇത് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യട്ടോ. പ്ലെയർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് ടൈറ്റ് ആക്കിയാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പ്ലെയർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടങ്ങൾ വളരെ ക്ലിയറായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു പ്രയാസമില്ല കണ്ടോ. ഇത് ലീക്കൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. ലീക്കൊന്നും എടുക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നത് ഓക്കെ, ഇത് റെഡിയായി. ഇനി നമുക്കിത് വർക്കിംഗ് ആക്കി നോക്കിയാൽ വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ. ഞാൻ വെള്ളം കൊണ്ടുവരട്ടെ. അങ്ങനെ വെള്ളം ഞാൻ ഒരു അരമണിക്കൂറോളം സമയം മിക്സിയിൻ്റെ ജാറിൽ വെച്ചിട്ട് ഒരു തുള്ളി പോലും നനവ് എവിടെയില്ല കേട്ടോ. കൈയോട് ഞാൻ തൊട്ട് കാണിച്ചിട്ടാണ്. ഒരു ഭാഗത്തും ഒരു തുള്ളി വെള്ളത്തിൻ്റെ നനവ് പോലും ഇല്ല, നമുക്ക് കാണാൻ പറ്റും. എവിടെ വിറ്റുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കംപ്ലയിൻറ്റുകൾ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വാഷറുകൾ കുറച്ച് വീട്ടിൽ വാങ്ങി വെക്കുക. ഇതിനാകെ വരുന്നത് ഈ ഒരു പാക്കറ്റിന് ആകെ വരുന്നത് 20 രൂപ കേട്ടോ. ഇതിൽ എത്ര എണ്ണാണ് പീസ് എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അത്യാവശ്യം നല്ലൊരു 50 പീസ് എന്തായാലും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ലീക്കൊക്കെ വരുന്ന സമയത്ത് ഇതേപോലത്തെ വാഷറുകൾ അവിടെ ലൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ ലൂസായിട്ട് കാണുകയാണെങ്കിൽ അതനുസരിച്ച് അത് ഊരിയിട്ട് ഈ വാഷർ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്താൽ പറ്റുമോ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ കാണും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.